ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക്. കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുൻപ് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗ്ഗങ്ങളുമാണ്. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് 5 ചോദ്യങ്ങളെന്നും എങ്ങനെ അവയുടെ ഉത്തരത്തിലേക്ക് എത്താമെന്നും. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 120 സെൻറ്റിമീറ്റർ ആയാൽ ഏറ്റവും നീളം കുറഞ്ഞ വശം എത്രയാണ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്: 30 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ. ചോദ്യത്തിൽ നമുക്കൊരു ത്രികോണമാണ് നൽകിയിരിക്കുന്നത്. ആ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 3:4:5 എന്ന്. അതേപോലെ തന്നെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവായ 120 സെൻറ്റിമീറ്ററും തന്നിരിക്കുന്നു. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ 3 വശങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയെയാണ് നമ്മൾ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് ത്രികോണത്തിൻ്റെ വശങ്ങൾ 3x എന്നും 4x എന്നും 5x എന്നും നമുക്ക് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു റേഷ്യോയിൽ നിന്നും ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്താണ്? 3x എന്നും 4x എന്നും 5x എന്നും നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ 3xും ഈ 4xും ഈ 5xും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു ചുറ്റളവ് കിട്ടണം. കാരണം 3 വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. 3x + 4x + 5x = 120 എന്ന ഒരു ഇക്വേഷൻ നമുക്കിവിടെ രൂപം കൊള്ളുന്നു. ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തിട്ട് ഈ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നീളം കുറഞ്ഞ വശത്തിൻ്റെ നീളം എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നീളം കുറഞ്ഞ വശം എന്ന് പറഞ്ഞാൽ ഈ 3x ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലഭ്യമാകുന്ന എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഭാഗം നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 12x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്നാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എക്സിൻ്റെ വാല്യൂ 120/12 ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ നമ്മൾ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ത്രികോണത്തിൻ്റെ ഈ ഒരു ചെറിയ സൈഡിൻ്റെ നീളമെന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയിൽ നിന്നും ഓരോ വശങ്ങളും 3x എന്നും 4x എന്നും 5x എന്നും നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇക്വേഷനിലേക്ക് എത്തുവാനുള്ള കാരണം ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 വശങ്ങളും കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ്. അത് നമുക്ക് ക്വസ്റ്റനിൽ 120 സെൻറ്റിമീറ്ററും തന്നിരിക്കുന്നു. അങ്ങനെ 3x + 4x + 5x = 120 എന്നതിലേക്ക് എത്തിച്ചേരുന്നു. അത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ 10 എന്ന് നമുക്ക് ലഭിക്കുന്നു. നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് നീളം കുറഞ്ഞ ഭാഗത്തിൻ്റെ അളവ് എത്രയാണെന്നതാണ് ചോദ്യം. നീളം കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 3x ആണ്. അവിടെ നമ്മൾ ഈ 10 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 30 സെൻറ്റിമീറ്റർ എന്നതിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ എക്സ് എന്നൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് 3x എന്ന് പറയുന്ന സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. അത്രയും സമയമൊന്നും എടുക്കാതെ തന്നെ ഡയറക്റ്റ് ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് 120 സെൻറ്റിമീറ്റർ എന്ന ആ ഒരു ചുറ്റളവിൻ്റെ വാല്യൂ. ഈ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വശവും ഈ ഒരു വശവും ഈ ഒരു വശവും കൂടുന്നതാണ്. വശങ്ങളുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നു 3:4:5 എന്ന്. അതായത് ഈ 120 എന്ന ആ ഒരു തുകയെ 3:4:5 എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഓരോ വശവും ഭാഗിച്ച് എടുക്കുന്നു. 120 എന്ന ഈ ഒരു ടോട്ടൽ തുകയെ 3:4:5 എന്ന രീതിയിൽ ഓരോ വശവും എന്ത് ചെയ്യുന്നു? ഭാഗിച്ച് എടുക്കുന്നു. അതായത് ടോട്ടൽ ഇവിടെ എത്ര ഭാഗമുണ്ട്? 12 ഭാഗമാണുള്ളത്. 5 + 4 + 3 എത്രയാണ്? 12 ആണ്. ആ 12 ഭാഗത്തിൽ ചെറിയ വശം 3 ഭാഗത്തെ എടുക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വശം എത്ര എടുക്കുന്നു? 4 ഭാഗത്തെ എടുക്കുന്നു. ഏറ്റവും നീളം കൂടിയ വശം 5 ഭാഗത്തെ എടുക്കുന്നു. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ വശത്തിൻ്റെ നീളം എത്ര എന്നാണെങ്കിൽ
ഇവിടെ ചെറിയ വശം എത്ര ഭാഗം എടുത്തിരിക്കുന്നു? 12ൽ 3 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതായത് 120 ഇൻറ്റു 3/12 ചെയ്താൽ മതി ഫൈനൽ ആൻസറായ 30 കിട്ടാൻ. അതേപോലെ തന്നെ ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? വലിയ വശം എത്രയാണ്? 5 ഭാഗമാണ് വലിയ വശത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 120 ഇൻറ്റു 5/12 ചെയ്താൽ മതി. ഇവിടെ ചെയ്താൽ നമുക്ക് 50 എന്ന ഉത്തരത്തിലേക്ക് എത്തിപ്പെടും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ ഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന 4 ഭാഗമാണ്. അതായത് 120 ഇൻറ്റു 4/12 ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 40 എന്ന് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ റേഷ്യോയിൽ നിന്ന് നമുക്ക് ആ ചുറ്റളവിൻ്റെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 മെത്തേഡ് പഠിപ്പിച്ചു. ഒന്ന് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 4x എന്നും 5x എന്നും 3x എന്നും ഒക്കെ എടുത്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിയ രീതി. രണ്ടാമത് റേഷ്യോയിൽ നിന്ന് തന്നെ ആ റേഷ്യോയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് 120 എന്ന് പറയുന്ന ടോട്ടൽ തുകയെ 3:4:5 എന്ന രീതിയിൽ ഓരോ വശവും ഭാഗിച്ചെടുക്കുന്നു എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഞാനിവിടെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ 2 മെത്തേഡിലും ഏതാണോ എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 മെത്തേഡുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ്. ബിയുടെ വേഗം സിയുടെ 3 ഇരട്ടിയാണ്. സി യാത്ര പൂർത്തിയാക്കാൻ 48 മിനിറ്റ് എടുക്കുന്നു എങ്കിൽ എ എത്ര മിനിറ്റ് കൊണ്ട് പ്രസ്തുത യാത്ര പൂർത്തിയാക്കും? ഓപ്ഷൻ എ 4 മിനിറ്റ്, ഓപ്ഷൻ ബി 6 മിനിറ്റ്, ഓപ്ഷൻ സി 7 മിനിറ്റ്, ഓപ്ഷൻ ഡി 8 മിനിറ്റ്. ഈ ഒരു ചോദ്യം നമുക്ക് വായിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുവെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വേഗതയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേഗതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എയുടെ വേഗം ബിയുടെ 2 ഇരട്ടിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് 2b ആണ്. അതേപോലെ തന്നെ ബിയുടെ വേഗം സിയുടെ 3 ഇരട്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? 3c ആണ്. പക്ഷെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ലിങ്കിങ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സമയമാണ് തന്നിരിക്കുന്നത്. അതായത് സി ആ ഒരു പ്രസ്തുത യാത്ര പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയമാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എത്ര മിനിറ്റ് കൊണ്ട് ആ യാത്ര പൂർത്തീകരിക്കും എന്നതാണ്. എത്രയോ ഒരു ഡിസ്റ്റൻസ് ഇവരെന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവൽ ചെയ്യാൻ സി എടുക്കുന്നത് 48 മിനിറ്റാണ്. ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു ലിങ്കിങ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 48 മിനിറ്റ് എന്ന സിയുടെ ടോട്ടൽ ട്രാവലിംഗ് ടൈമാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? സ്പീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എയുടെ സ്പീഡ് ബിയിനേക്കാൾ 2 ഇരട്ടിയാണ്. ബിയുടെ സ്പീഡ് സിയിനേക്കാൾ 3 ഇരട്ടിയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പീഡിൻ്റെ ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് എങ്ങനെ ടൈമിലേക്ക് അല്ലെങ്കിൽ സമയത്തിലേക്ക് എത്താമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ പറയാം. എ എന്ന് പറയുന്ന വ്യക്തി സഞ്ചരിക്കുന്നത് 2 കിലോമീറ്ററാണെന്ന് വിചാരിക്കുക. ബിയും അതേ ദൂരം തന്നെ സഞ്ചരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് എയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബിയിൻ്റെ 2 ഇരട്ടിയാണ് എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തിൽ നിന്നും നമ്മൾ എ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2 km/h ആണെന്ന് എടുക്കുന്നു. എയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബിയിൻ്റെ 2 ഇരട്ടിയാണ് എന്ന് പറയുന്നതിനാൽ ബിയിൻ്റെ സ്പീഡ് നമുക്ക് 1 km/h എന്ന് എടുക്കാം. ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ എത്രയാണ് വരിക? A:B എടുത്തു കഴിഞ്ഞാൽ 2:1 എന്നാണ് വരിക. അതേപോലെ തന്നെ സമയത്തിൻ്റെ റേഷ്യോ നോക്കാം. ഈ 2 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്? 2 കിലോമീറ്റർ സഞ്ചരിക്കും. അതായത് 1 മണിക്കൂർ കൊണ്ട് ഈ 2 കിലോമീറ്റർ എ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. അതേ സമയത്ത് ബി ആ 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 2 മണിക്കൂർ എടുക്കും. കാരണം ബിയുടെ സ്പീഡ് 1 km/h ആണ്. അതായത് 1 മണിക്കൂറിൽ 1 കിലോമീറ്ററേ പോവുകയുള്ളൂ. അപ്പോൾ 2 കിലോമീറ്റർ പോകാൻ 2 മണിക്കൂറാണ് എടുക്കുക. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ എന്തായി വരും? 1:2 എന്ന് വരും. ഈ 2 റേഷ്യോകളും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാകും? സ്പീഡിൻ്റെ റേഷ്യോയുടെ നേർവിപരീതമാണ് എന്ത്? ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബിയിൻ്റെ 2 ഇരട്ടിയാണ് എന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും?
എ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി എത്ര സമയമാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. അതായത് സിമ്പിളായിട്ട് ബി എടുക്കുക എയുടെ ഇരട്ടി സമയമായിരിക്കും എന്നതിലേക്ക് എത്താൻ പറ്റും. ഇതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സി എടുക്കുക എത്ര സമയമായിരിക്കും? ബിയുടെ 3 ഇരട്ടി സമയമായിരിക്കും. അതായത് ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് സിയുടെ 3 ഇരട്ടിയാണ്. അതായത് സി എടുക്കുന്ന സമയമെന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി എത്ര സമയമാണോ എടുക്കുക അതിൻ്റെ 3 ഇരട്ടി സമയമായിരിക്കും സിയും ആ ഒരു യാത്ര പൂർത്തീകരിക്കാൻ എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ സമയത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. സ്പീഡിൻ്റെ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്തിലേക്ക് എത്തിച്ചേർന്നു? സമയത്തിൻ്റെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സിയുടെ സമയം തന്നിട്ടുണ്ട് 48 മിനിറ്റ് എന്ന്. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 48 = 3b എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ ബിൻ്റെ സമയം എന്ന് പറയുന്നത് 48/3, അതായത് നമുക്കവിടെ 16 എന്ന് കിട്ടും. ഈ ബിയുടെ സമയം നമ്മൾ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 16 = 2a എന്ന് കിട്ടും. നമുക്ക് എൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a = 16/2 എന്ന് കിട്ടും. അതായത് 8 എന്ന് കിട്ടും. അതായത് 8 മിനിറ്റാണ് എ ആ ഒരു യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എന്ന കാര്യത്തിലേക്ക്, അതായത് ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്ന ഇത് എന്ന് പറഞ്ഞാൽ a = 2b എന്നും b = 3c എന്നും പറയുന്നതൊക്കെ വേഗതയുടെയാണ്. അതിൽ നിന്നും നമ്മൾ സമയത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. b = 2a എന്നും c = 3b എന്ന ഇക്വേഷനിലേക്ക് എത്തുന്നു. ഓർക്കുക, വേഗതയുടെ നേർ വിപരീതമായിരിക്കും എന്ത്? സമയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വേഗത കൂടുതലാണെങ്കിൽ അവിടെ സമയം എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു യാത്ര ഒരു ഡിസ്റ്റൻസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ വേഗത കൂടുതലാണെങ്കിൽ ആ ഡിസ്റ്റൻസിൽ എത്തുവാൻ എടുക്കുന്ന സമയം കുറവായിരിക്കും എന്ന കാര്യം ഓർക്കുക. വേഗത കുറവാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കുമെന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതായത് സമയത്തിൻ്റെ ഇക്വേഷൻ b = 2a എന്നും c = 3b എന്നതിലേക്കും എത്തിച്ചേരുന്നു. സി ആ ഒരു യാത്ര പൂർത്തീകരിക്കുവാനുള്ള സമയം 48 മിനിറ്റ് എന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിലൂടെ ബീൻ്റെ സമയം എത്ര എന്ന് കണ്ടുപിടിക്കുന്നു. അത് 16 എന്ന് കിട്ടുന്നു. ഈ കിട്ടിയ 16 എന്ന് പറയുന്നത് b = 2a എന്ന ഈ ഒരു ഇക്വേഷനിലെ ബീൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ 8 മിനിറ്റ് എന്നതിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ ഈ ഒരു ചോദ്യത്തിൻ്റെത് ഓപ്ഷൻ ഡി ആണ് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. 6 പേർ 12 ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു എങ്കിൽ 8 പേർ എത്ര ദിവസങ്ങൾ കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 6 ദിവസം, ഓപ്ഷൻ ബി 9 ദിവസം, ഓപ്ഷൻ സി 8 ദിവസം, ഓപ്ഷൻ ഡി 10 ദിവസം. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അതാണ് n1 d1 = n2 d2. അതായത് ആദ്യത്തെ കേസിലുള്ള ആൾക്കാരുടെ എണ്ണം, അതായത് 6 പേരാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ കേസിൽ അവർ പൂർത്തീകരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം, അതായത് ഇവിടെ 12 എന്നതാണ് ഉള്ളത്. തുടർന്ന് രണ്ടാമത്തെ കേസിലുള്ള ആൾക്കാരുടെ എണ്ണം, അതായത് ഇവിടെ 8 പേരെന്നാണ്. രണ്ടാമത്തെ കേസിലുള്ള എത്ര സമയം കൊണ്ടാണ് അവർ പൂർത്തീകരിക്കുക എന്നതാണ് d2 കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 × d1 എന്ന് പറയുന്നത് 12 ആണ്, = n2 എന്ന് പറയുന്നത് 8 ആണ്, ഇൻറ്റു ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. 6 × 12/8 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരിക 9 എന്നതാണ്. അതായത് 9 ദിവസം എടുക്കും ആ ഒരു വർക്ക് 8 പേരാണെങ്കിൽ പൂർത്തീകരിക്കാൻ. അതായത് 6 പേർ 12 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കണ ഒരു ജോലി 8 പേരാണ് അവിടെ ഉള്ളതെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് തീർക്കും എന്നതാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ലോജിക്കിലേക്ക്, അതായത് n1 × d1 = n2 × d2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വർക്ക് = എഫിഷ്യൻസി × ടൈം എന്നാണ്. എഫിഷ്യൻസി എന്നത് ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ എണ്ണം, ടൈം എന്ന് പറയുന്നത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ആ ഒരു ജോലി പൂർത്തീകരിക്കുക എന്നതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ 6 പേർ 12 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുന്നു.
അതായത് വർക്കിൻ്റെ സ്ഥാനത്ത് അവിടെ 6 × 12 എന്ന് വരും. രണ്ടാമത്തെ ഘട്ടത്തിൽ 8 പേർ എത്രയോ ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുന്നു. അപ്പോൾ വർക്കിൻ്റെ സ്ഥാനത്ത് 8 × കണ്ടുപിടിക്കേണ്ട ആ ഒരു വാല്യൂ നമുക്കറിയില്ല എത്രയാണ്. ഇവിടെ 2 പേരും 2 സമയങ്ങളിൽ, അതായത് 2 സാഹചര്യങ്ങൾ, 6 പേർ പണിയെടുക്കുമ്പോഴും 8 പേർ ആ ജോലി എടുക്കുമ്പോഴും എന്താണ് ചെയ്യുന്ന ജോലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വർക്കിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 × 12 = 8 × ക്വസ്റ്റ്യൻ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ 9 എന്നതിലേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഓർത്തുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഫൈനൽ ആൻസറായ 9ലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു തന്നത് എന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് എന്നത് അതിനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞത്. വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുക. നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 9 ദിവസം എന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ഇതാണ്. x + 1/x = 2 ആയാൽ x² + 1/x² എത്ര എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 6. ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി തന്നിരിക്കുന്നത് x + 1/x = 2 എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ ഈ ഭാഗം x² ആണ്, ഇവിടെയും x² ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ഇത് a+b² എന്ന് പറയുന്ന ഒരു രീതിയിലാണ് x + 1/x² എന്നതിനെ നമുക്ക് എടുക്കാൻ പറ്റുക. അതായത് a+b² എന്ന് പറഞ്ഞാൽ a² + b² + 2ab എന്ന് വരും. ഈ ഒരു കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a-ൻ്റെ സ്ഥാനത്ത് x ആണ്, b-ൻ്റെ സ്ഥാനത്ത് 1/x ആണ്. അതായത് x² + 1/x² + 2 × x × 1/x = 2ൻ്റെ സ്ക്വയർ 4 എന്ന് വരും. ഇവിടെ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആവുന്നു. ബാക്കി ഇവിടെ ഈ 2 മാത്രമാണ് വരിക. ഇവിടെ എന്ത് വരും? x² + 1/x² + 2 = 4 എന്ന് കിട്ടും. ഈ 2 ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അത് -2 ആയിട്ട് വരും. അപ്പോൾ നമുക്കവിടെ x² + 1/x² വാല്യൂ 2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x² + 1/x² വാല്യൂ എത്ര നമുക്ക് കിട്ടി? 2 എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? x + 1/x എന്ന് പറയുന്ന ഇക്വേഷൻ, x + 1/x = 2 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. തുടർന്ന് ഈ ഭാഗം എന്ന് പറയുന്നത് a+b² എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ്. a+b² എന്ന് പറഞ്ഞാൽ a² + b² + 2ab എന്നതാണ്. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ x² + 1/x² + 2 = 4 എന്നതിലെത്തി. ഈ 2 ഈ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ 4 - 2 ചെയ്തു, അവിടെ 2 എന്നായി. അതായത് x² + 1/x² = 2 എന്ന ഫൈനൽ ആൻസറിലേക്ക് എത്തി. അതായത് നമുക്കിടെ ഉത്തരമെന്ന് പറഞ്ഞാൽ x² + 1/x² ഉത്തരമെന്ന് പറഞ്ഞാൽ 2 എന്നാണ് കിട്ടുക. അതായത് ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 5നും 35നും ഇടയ്ക്ക് 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നതാണ് നമ്മുടെ ചോദ്യം. 5നും 35നും ഇടയ്ക്ക് 2 കൊണ്ടും അതുപോലെ തന്നെ 3 കൊണ്ടും നിശേഷം ഹരിക്കണം. അതായത് ഒരു 5നും 35നും ഇടയിൽ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം, 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം. അങ്ങനത്തെ സംഖ്യകളെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2നും അതുപോലെ തന്നെ 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് നോക്കാം. 2നും 3നും കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ LCM എടുത്താൽ മതി. LCM എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ വലിയ സംഖ്യ ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ചെറിയ സംഖ്യ ഈ വലിയ സംഖ്യയെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇവിടെ 3 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വലിയ സംഖ്യയുടെ ഡബിൾ എടുക്കുക, അതായത് 6 എന്ന് വരും. അത് ഈ ചെറിയ സംഖ്യയിൽ പൂർണ്ണമായിട്ട് പോകും നോക്കുക, ഇവിടെ പോകും. അപ്പോൾ LCM ഓഫ് 2ൻ്റെയും 3ൻ്റെയും LCM എന്തെന്ന് കിട്ടും, 6 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 5നും 35നും ഇടയിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ സംഖ്യയും എന്തിൽ പോകും, 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റും എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ LCM എടുത്തത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ടും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത്. ആ LCM നമുക്കിവിടെ 6 എന്ന് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് നിഗമനത്തിൽ എത്തിച്ചേരുന്നു, 5നും 35നും ഇടയിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ സംഖ്യകളും എന്തിൽ പോകും, 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സംഖ്യയാണുള്ളത്, 6 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, പിന്നെ 24 ഉണ്ട്, പിന്നെ 30 ആണുള്ളത്. തുടർന്ന് വരുന്ന 36 ആണ്, അത് 35ൽ കൂടുതലാണ്. അപ്പോൾ ഇത്രയും സംഖ്യകൾ എന്തുണ്ട്, 2 കൊണ്ടും അതുപോലെ തന്നെ 3 കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5ൻ്റെയും 35ൻ്റെയും ഇടയിലുള്ള സംഖ്യകളാണ്. ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്, 5 സംഖ്യകളാണ് ഉള്ളത്. അതായത് ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരിക. ഇങ്ങനെ എഴുതാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 35 LCM ആയിട്ട് കിട്ടിയ ഈ 6 ചെയ്താൽ മതി. അവിടെ നമുക്ക് കോഷ്യൻ്റ് എന്താണോ വരിക, അതായത് ഇവിടെ 35/6 ചെയ്താൽ കോഷ്യൻ്റ് വരിക നമുക്കിവിടെ 5 എന്നാണ് വരിക. സിസ്റ്റം അവിടെ വരുന്നത് കണക്കാക്കേണ്ട, കോഷ്യൻ്റാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5നും 35നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ട ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ആദ്യം നമ്മൾ ചെയ്തത് LCM എടുത്തുകൊണ്ട് ആദ്യത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് അതിൽ നിന്ന് നമുക്ക് എടുത്തുന്ന നിഗമനം എന്ന് പറഞ്ഞാൽ 5നും 35നും ഇടയിൽ LCM ആയി എടുത്ത ഈ 6ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന എല്ലാ സംഖ്യകളും 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. അതായത് ഇവിടെ 6, 12, 18, 24, 30 എന്നീ സംഖ്യകൾ 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ അവിടെ 5 സംഖ്യകളാണ് ഉള്ളത്. ഇത്തരത്തിൽ ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി 35/6 ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ്റ് എത്രയാണോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് ഇവിടെ ഉത്തരം 5 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോസുകൾ ലഭ്യമാക്കാൻ ഞങ്ങളുടെ ഈ ഒരു ചാനൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.